അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്കുകളാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് അകത്ത് കയറിയിട്ട് പറയാൻ പറ്റും. ഞാനിത് ആദ്യമേ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇതിനകത്ത് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഇപ്പോഴും ആ കൺഫ്യൂഷൻ മാറിയിട്ടില്ല. ഇവിടെയാണ് ഇതിന്റെ ഗ്രീനറി എഫക്റ്റ് വന്നിരിക്കുന്നത്. എന്തായിരുന്നു മാഹിറെ ഈ പറയുന്ന ഗ്രീൻ എഫക്റ്റ് വന്നപ്പോൾ ഇതിനകത്തുണ്ടായ ഇമ്പാക്റ്റ്? പിന്നെ അവിടെ ഒരു സെറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയണ്ടേ, ഇഷ്ടം പോലെ എവിടെയൊക്കെ ഉണ്ടോ ഗ്രീൻ സ്പേസ് അവിടെ എല്ലാ സെറ്റിംഗ് സ്പേസ് കൊടുത്തു. ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടെ നിന്ന് അകത്തോട്ട് പോയപ്പോൾ പറഞ്ഞത് വീണ്ടും ഇവിടെ വരേണ്ടി വരുമോ, അത് ഇങ്ങനെയാണ്. ഇതാണ് പൂളിലേക്കുള്ള ആക്സസ്. ഇത് ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു. അത് വന്നപ്പോഴേ പറഞ്ഞു കാര്യം, മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും പൂളിലേക്ക് ഒരു ആക്സസ് ക്ലയന്റിന് വേണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായിട്ട് നിങ്ങൾ ആദ്യമേ പറഞ്ഞു. നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ, വീട് ബൈ വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളെ ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ്. 12,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സുന്ദരമായ സ്വപ്ന ഭവനം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഈ മലപ്പുറം ജില്ലയിലെ ഈ സുന്ദരമായ സ്വപ്ന ഭവനം പൂർണ്ണതയിൽ എത്തിച്ച ആർക്കിടെക്ട്സ് ആരാണെന്ന് അറിയണ്ടേ? അറ്റിക്സ് ആർക്കിടെക്ട്സ് ആണ്. അവർ കോഴിക്കോട് ബേസ്ഡ് ആണ്. അതിന് 2 സാരഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. വെൽക്കം. ഹായ് വിഷ്ണു. ഹലോ. രണ്ടുപേരുടെയും പേര് ആദ്യം എന്ന് പറഞ്ഞു. എനിക്കറിയാം, എന്നാലും നിങ്ങൾ നിങ്ങളുടെ പേരെന്ന് പറഞ്ഞു ഒന്ന് ഇൻട്രോ ചെയ്തേ. ഞാൻ ആർക്കിടെക്ട് മാഹിർ ആലം. ആർക്കിടെക്ട് നസീം. അപ്പോൾ ഈ ഭയങ്കരമായ സുന്ദരമായ വീടിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞു. ഇത് ചെറിയൊരു ടൈം ബൗണ്ട് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ല, എങ്കിലും നമുക്ക് തീർക്കണം എന്നുള്ളൊരു നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് സ്പേസിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തായിരുന്നു ഈ വീടിൻ്റെ ഇത്രയും ഒരു 12,000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ സംഭവം കയ്യിലേക്ക് കിട്ടിയപ്പോൾ ആദ്യം ഉണ്ടായ തോട്ട് പ്രോസസ്? ബേസിക്കലി ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ വീടുണ്ടായിരുന്നൊരു ഭൂമിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആയിട്ടുള്ള എൻട്രൻസാണ്. അത് കഴിഞ്ഞാണ് പിന്നെ വിശാലമായിട്ടുള്ള ഈ ഭൂമി വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെ എങ്ങനെ കയറി വരുമ്പോൾ തന്നെ എങ്ങനെ മാക്സിമം വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ആയിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. പിന്നെ 12,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം സ്ക്വയർ ഫീറ്റ് ഇത്ര വേണമെന്നുണ്ടല്ല ക്ലയൻറ്റ് വരിക. ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് നമ്മൾ കേട്ട് അത് ലിസ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് ടോട്ടലി എത്ര വരും വോളിയം ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് 12,000 സ്ക്വയർ ഫീറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഈ വീടിൻ്റെ ഫസ്റ്റ് കാഴ്ചയിൽ തോന്നുന്ന ഒരു സാധനം ഇതിൻ്റെ ഫ്ലോട്ടിംഗ് റൂഫാണ്. ഈ 2 സൈഡിലുള്ള ഫ്ലോട്ടിംഗ് റൂഫ്. എങ്ങനെയായിരുന്നു മാഹിറെ ഈ ഫ്ലോട്ടിംഗ് റൂഫിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത്? നോർമലി നമ്മൾ കണ്ട് ശീലിച്ച ഒരു സ്ലോപ്പിംഗ് റൂഫ് ഉണ്ട് കേരളത്തിലൊക്കെ. അത് മോസ്റ്റ്ലി സിമെട്രിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൂടുതൽ സ്ലോപ്പ് ഉള്ളതോ. ഇത് ആ സ്ലോപ്പിംഗ് റൂഫിൻ്റെ പാറ്റേൺ എടുത്തു അത് എങ്ങനെ അസിമെട്രിക്കലായിട്ട് ചെയ്യാമെന്നുള്ളൊരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ട്രക്ചർ ശ്രദ്ധിച്ചറിയാം, ഈ ഭാഗത്തുള്ള ഷേപ്പല്ല ഈ ഭാഗത്തുള്ളത്, എന്നാൽ സ്ലോപ്പിംഗ് റൂഫാണ്. അതിൻ്റെ മൊത്തം ഒരു ഫോർമാറ്റിലും അതുപോലെ തന്നെ അതിൻ്റെ ആംഗിളിലും അതിൻ്റെ കാൻഡിലിവറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു സൈറ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന സൈറ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് സൈഡാണ്. നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ടോട്ടൽ വ്യൂ കിട്ടണം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ എൽ ഷേപ്പ് പ്ലാനിങ്ങിലേക്ക് അറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ എൽ ഷേപ്പിൽ ഈ വീട് ഫുൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഇതിന് മുകളിൽ ചെയ്തിരിക്കുന്ന ഓടല്ല സ്റ്റൈലല്ല ചെയ്തിരിക്കുന്നത്. കാര്യം ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് റൂഫ് വരുന്ന സമയത്ത് നമ്മൾ ഓട് ചെയ്യുമ്പോൾ അതിന്റെ വെയിറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്ട്രക്ചർ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. പിന്നെ എന്തൊക്കെ എലമെന്റ്സ് ഇതിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും നോർമലി അല്ലാത്തതുകൊണ്ട്? ഞാൻ പറഞ്ഞു വന്നത് ഈ അസിമെട്രിക്കലായിട്ടുള്ള റൂഫാണ്. ഇതിൽ കൂടുതൽ കാൻഡിലിവർ ചെയ്യുമ്പോൾ തന്നെ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പണിയാണ്. അതുകൊണ്ട് നമുക്ക് നോർമൽ റൂഫ് ടൈലേക്കോ മറ്റോ പോകാനുള്ള ഓപ്ഷനില്ല. നമുക്ക് ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പെർസ്പെക്റ്റീവ്, ഇതിന് ഈ റൂഫിൻ്റെ സ്റ്റൈലിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവണം, അതിൻ്റെ ആ ഒരു വോളിയം വല്ലാണ്ട് കാണിക്കരുത് എന്നുള്ള സ്ലീക്കായിട്ട് ഉണ്ടാവുകയും വേണം. ഈ 2 ആസ്പെക്റ്റിൽ ആലോചിച്ച സമയത്താണ് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ചത്. കാരണം ഇത്രയും കാൻഡിലിവർ ഉണ്ടല്ലോ, മോർ ദാൻ 3 മീറ്റേഴ്സ് കാൻഡിലിവർ ആ ഭാഗത്തുണ്ട്, അത്ര തന്നെ കാൻഡിലിവർ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ അതിനെ ഈ വെയിറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ഫൈനൽ സൊല്യൂഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ വി-ബോർഡ് പ്ലസ് ഈ ഷിംഗിൾസിലേക്ക് നമ്മൾ അറൈവ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഗുണം വളരെ സ്ലീക്കായിട്ടുള്ള കിട്ടുകയും ചെയ്യും, എന്നാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനി ഒരു ലാൻഡ്സ്കേപ്പിനെ പറ്റി ഓവറോൾ എന്ന് പറയാം. ഈ ലാൻഡ്സ്കേപ്പ് അത്യാവശ്യം ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ഇവിടെ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഈ ഒരു സ്കോപ്പ് വന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് ചെടികളാണ് ഇവിടെ ഓപ്റ്റ് ചെയ്തത്? ലാൻഡ്സ്കേപ്പിംഗ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് കൺസൾട്ടൻറ്റിനെ നമ്മൾ ഹയർ ചെയ്തിരുന്നു. പിന്നെ അവർ ത്രൂ ആണ് ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ട് പിന്നെ അവരാണ് ഇതിൻ്റെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കയറി വരുമ്പം ഈ ലാൻഡ്സ്കേപ്പിൻ്റെ
പോർഷൻ സാധാരണ നമ്മളുടെ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ സ്പേസ്, പിന്നെ ഇവിടെ ഗ്രാസ് സ്പേസ്, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ലാൻഡ്സ്കേപ്പ് കൂടാതെ നമ്മളുടെ ഈ സ്പേസിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ? അപ്പോൾ അതിൽ നമ്മൾ ഇനീഷ്യലി കോൺസെപ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് കൂടുതൽ പേവിങ്സ് വേണ്ട എന്നുള്ളത്. കൂടുതൽ നമുക്ക് ഗ്രീൻ ആയിട്ട് കൂടുതൽ വേണ്ടെന്ന് പറയാൻ കാരണം അത് നമുക്ക് ആ ഒരു ചൂട് കുറക്കാനൊക്കെ ഉള്ള ഒരു ഇതിലും കൂടി ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോഴേ അതായത് പേവേഴ്സ് ആണ് കൂടുതൽ ചൂടുണ്ടാക്കുന്ന കാര്യം. പ്രത്യേകിച്ച് സ്റ്റോണും ഇന്റർലോക്ക് ആണെങ്കിൽ സ്റ്റോൺ അതിനൊക്കെ ചൂട് കൂട്ടുക ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാസ് പേവേഴ്സ് ആണ്. ഗ്രാസ് പേവേഴ്സ് ഉപയോഗിക്കാനുള്ള ഒരു കാരണം അത് ഗ്രാസും കൂടെ വരുമ്പോൾ നമുക്ക് ആ ചൂടിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് ഇന്റർലോക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ഗ്രാസ് പേവേഴ്സ് ഉണ്ട്. ഇന്റർലോക്കിൽ തന്നെ നമുക്ക് ഗ്രാസ് പേവേഴ്സ് അവൈലബിൾ ആണ്. റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ്. ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ സോഴ്സ് ചെയ്തിട്ടുള്ളത്. സ്പെഷ്യലി ഗ്രാസ് വെക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ മുകളിലൂടെ വണ്ടികൾ പോയാലും കുഴപ്പമില്ലാതെ ഡാമേജ് ഇല്ലാത്തത്. അതാണ് ഡ്രൈവബിൾ ആയിട്ട് ഈ ലോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതിന്റെ കാർപോർട്ട് സ്പേസ് ആണ്. കാർപോർട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന കാർപോർട്ട് സ്പേസ് ആണ്. പിന്നെ ഒരു സിറ്റിംഗ് സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് നിറച്ച് ചെടികൾ വെച്ചിട്ട് ഉള്ളൊരു സംഭവം. പിന്നെ ഇനി ഒരു പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ആ സൈഡിലാണ് അല്ലേ? ഫാമിലി എൻട്രൻസിന് ഭാഗത്തൊരു പോർച്ച്. നമുക്ക് അകത്തൂടെ കയറിയിട്ട് ആക്സസ് കാണാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇവിടെ ഗസിബോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ ഒരിക്കലും? ഇല്ല, ഇത് ഔട്ട്ഡോർ സീറ്റിംഗ് സ്പേസ് ആണ് പറയുന്നത്. ഔട്ട്ഡോർ സീറ്റിംഗ് സ്പേസ് ആണ്. അത് കവർ ചെയ്യാത്തതുകൊണ്ട് അത് ഗസിബോ ആയില്ല. ശരി, ഇനി നമുക്ക് ഇതിന്റെ സിറ്റ് ഔട്ട് സ്പേസിലേക്ക് വരികയാണ്. സിറ്റ് ഔട്ട് സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വൈഡ് ആയിട്ടുള്ള പഴയ ട്രഡീഷണാലിറ്റിയെ തോന്നിപ്പിക്കുന്ന ആ ഒരു വരാന്തയാണ് ഉള്ളത്. എന്തായിരുന്നു മഹിറ ഇതിനകത്തുള്ള ആ ഒരു ഇൻവോൾവ്മെന്റ്? എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം വന്നത്? സോ ബേസിക്കലി ഈ വീട്ടിൽ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ക്ലീൻ ആയിട്ടുള്ള ലൈൻസ് ആണ് മാക്സിമം എലിവേഷന് വന്നിട്ടുള്ളത്. അതും മാക്സിമം ഹൊറിസോണ്ടലാണ്. അതുകൊണ്ട് തന്നെ വീടിന്റെ ടോട്ടൽ ഹൈറ്റ് റെഡ്യൂസ് ചെയ്ത പോലെ തോന്നും. പിന്നെ ഈ സിറ്റ് ഔട്ട് ഇരിക്കുന്നത് നോർത്ത് ഭാഗത്തേക്കാണ്. ഈ നോർത്ത് ഭാഗത്ത് സിറ്റ് ഔട്ട് ഉണ്ടാകുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ ഹാർഷായിട്ടുള്ള ലൈറ്റ് ഒരിക്കലും വരില്ല. എപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ സണ്ണിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് പോവുക, സൗത്ത് സൈഡിലൂടെ പോവുക. അപ്പോൾ നോർത്ത് ഭാഗത്തേക്ക് എപ്പോഴും റിഫ്ലക്റ്റഡ് ലൈറ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇവിടെ വന്നിരിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും അതുകൊണ്ടാണ് നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള രൂപത്തിൽ സിറ്റ് ഔട്ട് പരമാവധി ചെയ്യാറ്. അപ്പം ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ ഇതൊരു ലെങ്തി സിറ്റ് ഔട്ടായി മാറി. ഈ പറഞ്ഞ പർപ്പസുകളെല്ലാം മീറ്റ് ചെയ്തപ്പോൾ അത് ഭംഗിയായി. ഇനി ഇവിടെ ഒരു വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട് അല്ലേ? അവിടെ ഒരു വാട്ടർ ലെങ്തി സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത് ലെങ്തി സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ലെങ്തേ ഉള്ളൂ. ശേഷം വാട്ടർ ബോഡിയാണ്. നമുക്ക് നേരത്തെ ഒരു ഗസബോ ഓപ്പൺ ഗസബോ വിഷ്ണു പറഞ്ഞല്ലോ, അങ്ങനെ ഓപ്പൺ ആയിട്ട് ഗസബോ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു ഗസബോ പോലത്തെ സീറ്റിംഗ് സ്പേസ് ആണ്. ഇത് വാട്ടർ ബോട്ടിൽ ഒരു ഐലൻഡ് സീറ്റിംഗ് സ്പേസ് പോലെ തന്നെയാണ് ഉള്ളത്. അത് 2 ഭാഗത്തും ആക്സസ് ഉണ്ട്. ഫാമിലി സൈഡിൽ നിന്നും നമുക്ക് ഫോർമൽ സൈഡിൽ നിന്നും ആക്സസ് ഉള്ള സ്പേസാണ്. അപ്പോൾ ഒരു ഗസബോയിൽ നിൽക്കുന്ന അതേ ഫീലിന് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതും കൂടെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമാകുമ്പോൾ ഈ സിറ്റ് ഔട്ട് കുറച്ചുകൂടെ ലെങ്ത് കൂടിയ പോലെ ഫീൽ ചെയ്യും. അപ്പം ഇത് രണ്ടും കൂടി വന്നപ്പോഴാണ് ഈ ഒരു എഫക്ട്, നെറ്റ് എഫക്ട് സൂപ്പറായി. ഇനി നമുക്ക് വീടിന്റെ അകത്തളത്തിലേക്ക് കടക്കാം. അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്കുകളാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് അകത്ത് കയറിയിട്ടേ പറയാൻ പറ്റും. ഞാനിത് ആദ്യമേ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇതിനകത്ത് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഇപ്പോഴും ആ കൺഫ്യൂഷൻ മാറിയിട്ടില്ല. എന്നാലും നമുക്ക് അകത്ത് കയറി ഈ വീടിന്റെ ഭംഗി ഒന്ന് കാണാം. ആദ്യമേ പറയേണ്ടത് ഇതിന്റെ വലിയ ഡോറാണ്. ഇത് നിങ്ങളുടെ മാസ്റ്റർ പീസാണ്. നിങ്ങൾ ഏത് വീട് ചെയ്താലും അതിന് ഇത്രയും വലിയ ഡോറിലാണ് തുടങ്ങുന്നത്. പല ആൾക്കാർക്കും സംശയമുണ്ട്, കാര്യം വലിയ ഡോറാകുമ്പോൾ ഹാങ് ചെയ്ത് പോവില്ലേ, അങ്ങനെ ഒരു ടെക്നിക്കലി ഒരു പ്രോബ്ലം വരില്ലേ എന്നുള്ളത്. അതിനെ എങ്ങനെ നമുക്ക് ആ സംശയത്തിനെ ദൂരീകരിക്കാൻ പറ്റും? എപ്പോഴും ഡോർ ചെയ്യുമ്പോൾ വലിയ ഹിഞ്ചസ് ഉപയോഗിക്കുക, പിന്നെ നമ്പർ ഓഫ് ഹിഞ്ചസ് കൂട്ടുകയും ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ ഒരു 3-4 ഹിഞ്ചസ് വെക്കാറുണ്ടെങ്കിലും ഇത് ഇപ്പോൾ ഇതിൽ വെച്ച് കാണാം കുറച്ചുകൂടി വലിയ ഹിഞ്ചസാണ്. ഇനി ചെറിയ ഹിഞ്ചസാണ് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കൂടുതൽ വെക്കാം. അപ്പോൾ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഓവർകം ചെയ്യാനുള്ള ഒരു ടെക്നിക്ക്. അതായത് ഹിഞ്ചസിൻ്റെ എണ്ണം കൂട്ടുക. സൈസ് ഇപ്പോൾ 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ച് 6 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഹിഞ്ചസ് നമ്മുടെ മാർക്കറ്റ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും വലിയ സൈസ് മിനിമം വെക്കുക, ചെറിയ സൈസാണെങ്കിൽ മാക്സിമം. അതെ, അത് ഡോറിന്റെ വെയിറ്റ് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. പലതിലും പിവറ്റഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി ആ വെയിറ്റ് നോക്കിയിട്ടുള്ള ഹിഞ്ചസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന്റെ അകത്തളത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ മനോഹരമായ അകത്തളം, ഒരു ഫോയർ സ്പേസ് ആണ്. ഇവിടെയാണ് ഇതിന്റെ ഗ്രീനറി എഫക്റ്റ് വന്നിരിക്കുന്നത്. എന്തായിരുന്നു മാഹിറെ ഈ പറയുന്ന സെൻട്രൽ പോയിന്റ്, അതായത് നമ്മുടെ ഗ്രീൻ എഫക്റ്റ് വന്നപ്പോൾ ഇതിനകത്തുണ്ടായ ഇമ്പാക്റ്റ്? നമ്മൾ ഓൾറെഡി ഒരു നാച്ചുറൽ സ്പേസ്, അതായത് ഗാർഡനുള്ള സ്പേസിനാണ് കയറി വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സത്ത ഒരിക്കലും മിക്സ് ചെയ്യാത്ത രൂപത്തിൽ ആവണം അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എന്നുള്ളത് ആ അർത്ഥത്തിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മുന്നത്തെ വീഡിയോയിൽ വിഷ്ണു അറിയാം, നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ ലെഫ്റ്റ് ഓവർ സ്പേസ് അവിടെ പ്ലാന്റ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതല്ല, പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ് ലാൻഡ്സ്കേപ്പ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒത്ത സെൻറ്ററിലാണ്, നടുക്കാണ്.
ഇതാണ് ഇതിന് മൊത്തം സ്പേസ് ഈ ഒരു ലാൻഡ്സ്കേപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു കോർട്ട്യാർഡിനെ ചുറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊതുവെ ഇവിടെ കയറി വരുമ്പോഴത്തേന് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഫോയർ സ്പേസ് ആണെന്ന് പറഞ്ഞല്ലോ. ഫോയർ സ്പേസ് തന്നെ നമുക്ക് 2 ഡിവിഷൻ കാണാം. ഒരു വുഡൻ ഫ്ലോറും ഒരു ഇറ്റാലിയൻ മാർബിൾ വെച്ചുള്ള ഫ്ലോറും കാണാം. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫോയർ സ്പേസ് വലിയ സ്പേസ് ആണെങ്കിലും ഈ ഗ്രീൻ എലമെൻറ്റിൻ്റെ കണ്ടിന്യൂറ്റി ഇങ്ങോട്ട് വരണം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് നാച്ചുറൽ വുഡിലേക്ക് നമ്മൾ പോയത്. സോ ഈ സ്പേസസ് തമ്മിൽ എല്ലാം കണക്റ്റഡാണ്, സീംലെസ്ലി കണക്റ്റഡാണ്. അപ്പോൾ മാത്രമല്ല കയറി വരുമ്പോൾ ഒരു ചെറിയ സൂത്തിങ് സൗണ്ട്, വെള്ളത്തിൻ്റെ ചെറിയ സൗണ്ട് ഉണ്ടാകുമ്പോൾ എപ്പോഴും നമുക്കൊരു മനസ്സിനൊരു കുളിർമ ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് ത്രൂ ഔട്ട് ഈ വീട് നമുക്ക് ആ സൂത്തിങ് എഫക്റ്റ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇങ്ങനെ ഒരു സെന്റർ ഇതിൽ വെച്ചത് കൊണ്ട് പിന്നെ എപ്പോഴും വെള്ളത്തിന്റെ ശബ്ദം നമുക്ക് എപ്പോഴും ആ ഒരു സൂത്തിങ് ഇഫക്റ്റ് തരുന്നതാണ്. പിന്നെ ഈ വീടിന്റെ ഹാർട്ട് എന്ന് പറയുന്ന സാധനം ഇത് തന്നെയാണല്ലോ. അതെ. പിന്നെ ഇതിന്റെ ഓപ്പൺ മുകളിൽ ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്, ടഫൻ ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്. സ്പെഷ്യൽ ഗ്ലാസ് ആണ് ചെയ്തത്. ഇത് മൂവ്മെന്റ് ഷട്ടർ ആണോ കൊടുത്തിരിക്കുന്നത്? അല്ലല്ല, ഇത് ഫിക്സഡ് ഗ്ലാസ് ആണ്. അങ്ങനെ ഈ സാധാരണ വീടുകളിലൊക്കെ കോർട്ട്യാർഡ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് മുകളിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്നാണല്ലോ പറയുന്നത്. ഓപ്പൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ കോർട്ട്യാർഡിന് ആ വീടിനകത്തുള്ള ടെമ്പറേച്ചർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയും. ഇവിടെ ഇപ്പോൾ നമ്മൾ അടച്ച് എൻക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ചൂടൊന്നുമില്ല, കാര്യം എല്ലാം വളരെ കണക്റ്റഡ് ടു എന്താ പറയുക നേച്ചറാണ്. എന്താണ് അതിനെപ്പറ്റി അതിൻ്റെ ഒരു അഭിപ്രായം? നമുക്ക് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള കോർട്ട്യാർഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നല്ല തിക്കായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൺസ് നമ്മളിത് ഓപ്പൺ ടു റെയിൻ ആകുന്ന സമയത്ത് പിന്നെ ഇതിൽ ചില പ്ലാന്റ്സിനൊന്നും നമുക്ക് പിന്നെ കൂടുതൽ പിന്നെ വാട്ടർ വന്നു കഴിഞ്ഞാൽ അത് സർവൈവ് ചെയ്യില്ല, അതിൻ്റെ ഒരു പ്രയാസം വരും. അപ്പോൾ അതും കൂടി ഇതാക്കാനും വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് പ്രോപ്പറായിട്ട് ട്രിപ്പിങ്ങും ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ലൈറ്റ് നമുക്ക് എന്തായാലും വേണം. അപ്പോൾ ലൈറ്റ് കിട്ടാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്തത് ക്ലോസ് ചെയ്തു. അപ്പോൾ റെയിൻ കോട്ട് അല്ലാത്ത രീതിയിലുള്ള ഒരു കോട്ടയായിട്ട് നമ്മളത് കീപ്പ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇവിടെ എല്ലാം ഓപ്പൺ സ്പേസുകളാണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ എയർ സർക്കുലേഷൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തതും ഇതൊരു പ്രധാന കാരണമാണ്. അത് നമ്മൾ സ്റ്റാക്ക് ഇഫക്റ്റിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാക്ക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചൂടുള്ള എയർ എപ്പോഴും മുകളിലേക്ക് പോകാം. അപ്പോൾ അതിന് പോകാനുള്ള ചെറിയ എയർ വെൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് ഗ്ലാസിന് തൊട്ട് താഴായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ആ ചൂടുള്ള എയർ എസ്കേപ്പ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഫോർമൽ ലിവിങ് സ്പേസ്. ഈ ഫോർമൽ ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല ആഡംബരം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റാലിയൻ മാർബിളാണ് താഴെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം വുഡ് ക്ലാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, വുഡ് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്, തേക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 100% 4 സൈഡിലോട്ടുള്ള വിസിബിലിറ്റി ഓപ്പൺ ആണ്. ഈ ഓപ്പൺ സ്പേസുകൾ ഉള്ളത് കൊണ്ട് 100% ആ ഒരു ഗ്രീനറി എഫക്റ്റ് ഇതിൽ കിട്ടുന്നുണ്ട്. ഇത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു ഇങ്ങനൊരു സ്പേസ്. അത് പുള്ളിക്ക് ഇത്രയും പേര് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പൊസിഷനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ സമയത്ത് ആലോചിക്കുകയാണ് ചെയ്തത്. ഇവിടെ പൊസിഷൻ ചെയ്യാനുള്ളൊരു കാരണം വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നേരിട്ട് ഫ്രണ്ട് ഗേറ്റ് കാണാൻ പറ്റും, ഈ സൈഡിൽ പൂൾ ഗാർഡൻ കാണാൻ പറ്റും, ഇവിടെ ലാൻഡ്സ്കേപ്പ് കാണാൻ പറ്റും, വാട്ടർഫാൾ കാണാൻ പറ്റും. വാൾ വളരെ മിനിമലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം ഈ ഫെനസ്ട്രേഷൻ ഓപ്പണിങ്സ് ആണ് കൂടുതൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഫർണിച്ചേഴ്സ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇമ്പോർട്ടഡ് ആണ്. ചൈനയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ചൈനയിൽ നിന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഡ്യൂപ്ലിക്കേഷൻ ആണ്. പക്ഷെ ചൈനയിൽ ശരിക്കും ഒരു റോങ് കോൺസെപ്റ്റ്. ചൈനയിൽ ശരിക്കും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പീസസ് കുറേ ഉണ്ട്. കോസ്റ്റും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമുക്ക് ബഡ്ജറ്റ് ചെയ്യാനും പറ്റും. അത് പല ആൾക്കാരും അവിടെ പോയി കുറഞ്ഞ സാധനം എടുത്തുകൊണ്ട് വന്ന് നാട്ടുകാരെ പറ്റിച്ചതുകൊണ്ട് ചൈന അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ തന്നെ നമുക്ക് പല ക്വാളിറ്റിയുള്ള മാളുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഏത് മാർക്കറ്റിലേക്ക് പോകുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്പേസിലേക്ക്, അടുത്തൊരു സോണിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, ജിമ്മുണ്ട്, പിന്നെ വീണ്ടും ഒരു വാട്ടർ ബോഡി, കിഡ്സ് പൂളാണ്, ഒരു ചെറിയ കിഡ്സ് പൂളാണ്. എന്തായിരുന്നു ഇവിടെ ഈ കാണുന്ന ഈ വോൾ എന്ന് പറയുന്നത് ഇതിന്റെ കോമ്പൗണ്ട് വാൾ ആയിരിക്കും അല്ലേ? ഇത് റിട്ടൈനിങ് വാളാണ്. അപ്പുറത്തുള്ള ഭൂമി പൊങ്ങിയിട്ടുള്ള ഭൂമിയാണ്, അത് റിട്ടൈൻ ചെയ്യാനുള്ള വാളാണ്. അതായത് അപ്പുറത്തുള്ള വീടിന്റെ ഹൈറ്റ് ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതെ, ശരിക്കും ആ വീട് അവിടെ അതാണ് അതിന്റെ ഹൈറ്റ്. അപ്പൊ ഇത്രയും ഡെപ്തിൽ നിങ്ങൾ മണ്ണ് നിന്ന് മാറിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതെ. എന്തായിരുന്നു ഇവിടുത്തെ ഇംപ്ലിമെന്റേഷൻ? വിഷ്ണു, ഇപ്പോൾ നമ്മൾ വന്ന സ്പേസ് ഉണ്ടല്ലോ, അത് നമ്മൾ സീംലെസ് ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരിക ചെയ്തത്. അതിനൊരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ പോലും അതൊരു ഓപ്പണിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡോറായിട്ടോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇത് ചെയ്ത സമയത്ത് ആ കോർട്ട്യാർഡിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത്. ശരിക്കും ആക്റ്റീവ്ലി എപ്പോഴും ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന സ്പേസ് തന്നെയാണിത്. രാത്രിയിൽ മാത്രമേ ക്ലോസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേറെ തന്നെ സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പൂളും ഇതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടീഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
ആ ലാൻഡ്സ്കേപ്പിൻ്റെ കണ്ടിന്യൂറ്റി അതുപോലെ തന്നെ ആ പ്ലാൻസിൻ്റെ കണ്ടിന്യൂ ചെയ്ത് നേരെ ഇതുവരെ വന്നു. ഇവിടെ തന്നെ ആ പ്ലാൻസ് വന്നു. കണ്ടിന്യൂവേഷൻ ഫീൽ ചെയ്യും. ആ കോർട്ട്യാർഡിൽ നിന്നുള്ള പ്ലാൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ പൂളിൻ്റെ ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. സാധാരണ ഇവിടെ കണ്ടിരിക്കുന്ന പ്ലാന്റുകളൊക്കെ നമ്മൾ പുറത്ത് ഒരുപാട് കണ്ടിട്ടില്ലാത്ത ടൈപ്പ് പ്ലാന്റുകളാണ്. അങ്ങനെയാണോ? എൻ്റെ തോന്നലാണോ അതോ സത്യമാണോ? എല്ലായിടത്തും യൂസ് ചെയ്യും. ഇത് യൂസ് ചെയ്യുന്ന നോർമലി ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിന് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് പല ഇതിൻ്റെ ലീഫുകളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒത്തിരി തിക്കായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാകാം. നമ്മുടെ ഫ്രണ്ട് എൻട്രി ഇല്ലേ, ആ ഭാഗത്ത് കുറച്ചും കൂടെ ഫോർമൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. ഇത് കുറച്ചും കൂടെ ഈ ഭാഗത്ത് ഇൻഫോർമൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്ലാന്റുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ടൈപ്പ് പ്ലാന്റ് തന്നെ കണ്ടിന്യൂസ് കൊടുക്കാതെ ഓരോ ഡിഫറെൻറ്റ് പ്ലാന്റുകൾ മിക്സപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഫീല് വേറെ. അല്ല, ആ ഒരു പ്ലാന്റിങ് ശരിക്ക് പിന്നെ ആ വീടിൻ്റെ തീം അനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യാറുള്ളത്. അപ്പം ചിലതിൽ ഒരു ഫോർമൽ പ്ലാന്റേഷൻ ആയിരിക്കും ഒന്നും കൂടി നമുക്ക് പിന്നെ ബെറ്റർ ഓപ്ഷനായിട്ട് ഫീൽ ചെയ്യുന്നത്. അതേസമയം ചിലത് വളരെ ഓർഗാനിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന സ്പേസസ് ഉണ്ടാവും. അത് ഡിപ്പെൻസ് ഓൺ ദ തീമാണ് ശരിക്കും. അപ്പം നമ്മളുടെ വീടിൻ്റെ എൻട്രൻസ് ഫോയർ സ്പേസിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഫോർമൽ ലിവിങ്, അവിടെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും കറങ്ങി ഒരു പോയിന്റിൽ വരും, അത് നമുക്ക് പുറകാലെ കാണാം. അപ്പോൾ ഇനി എൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. മനോഹരമായ ഡൈനിങ് സ്പേസ്, അതിമനോഹരമായ ഡൈനിങ് ടേബിൾ. എന്തായിരുന്നു ഇത്? എവിടുന്ന് നിങ്ങൾ ഒപ്പിച്ചു കൊണ്ടുവന്ന സാധനമാണ്? അതൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇതൊരു യുണീക്കായിട്ടുള്ള ഇതാണ്. പിന്നെ നമ്മളെ നാട്ടിൽ ചെയ്യുന്നുണ്ട് ഇതുപോലത്തത്, പാലക്കാടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിനൊരു എപ്പോഴും ഇതിൻ്റെതായ ഒരു ലക്ഷറി എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. എന്തായാലും വളരെ രസകരമായിട്ടുണ്ട്. രസകരം എന്ന് പറഞ്ഞാൽ പറഞ്ഞ് നമുക്ക് എത്തിക്കാൻ കഴിയില്ല. അത്രയും വളരെ മനോഹരമായ ഒരു ഡൈനിങ് ടേബിൾ. സാധാരണ നമ്മൾ നോർമലി കണ്ടിട്ടില്ലാത്ത ടൈപ്പ്. ഇവിടെ നമ്മളുടെ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ ശരിക്കും പറഞ്ഞാൽ ഒരു വോൾസിന്റെ എണ്ണം കുറവാണ്. വളരെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രീനറി എഫക്റ്റ് ഉണ്ട്, നമ്മുടെ ഫോയർ സ്പേസിലേക്ക് കണക്ഷൻ ഉണ്ട്, കിച്ചണിലേക്കുള്ള കണക്ഷൻ ഉണ്ട്. ഒപ്പം ഇതിൽ കൂടെ ഫാമിലി നമ്മളുടെ പറഞ്ഞ രണ്ടാമത്തെ കാർ പോർച്ച് അങ്ങോട്ടുള്ള പോയിന്റ് കൊടുക്കുന്നത്. എന്തായിരുന്നു ഇവിടുത്തെ നിങ്ങളുടെ ഒരു തോട്ട്? വിഷ്ണു, ഇവിടെ വാൾസ് വളരെ മിനിമലാണ്. ഓക്കെ. നമ്മളിപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പോർച്ച് ആ ഭാഗത്തേക്കുള്ള ഒരു എൻട്രിയാണ്. സോ നേരത്തെ നമ്മൾ കണ്ടിരുന്ന സെയിം സീറ്റിംഗ് സ്പേസ് ആണ്. ഇത് വാട്ടർ ബോട്ടിൻ്റെ അടുത്തുള്ള സീറ്റിംഗ് സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ നിന്നും ആക്സസ് ഉണ്ട്. സോ ഈസിലി ഗസ്റ്റൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അവിടുന്ന് ഈസി ആയിട്ട് സെർവ് ചെയ്യാനും കൂടെ പറ്റാവുന്ന രൂപത്തിലാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാർ പോർച്ച്, ആദ്യത്തെ കാർ പോർച്ച് അവിടെ നിന്ന് പറഞ്ഞിരുന്നു ഇത് നമ്മൾ അകത്ത് കയറുമ്പോൾ ഇതിന്റെ ആക്സസ് കിട്ടുമെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ അകത്തേക്കുള്ള കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഒരു സ്ലൈഡിംഗ് ഡോർ വെച്ചിട്ടാണ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ലൈഡിംഗ് ഡോർസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും തന്നെ വിൻഡോ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. വേറെ ഡോർ തന്നെ ആയിട്ട് ഐ മീൻ അതൊരു ഒബ്സ്ട്രക്ഷൻ ആവരുത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ സ്ലൈഡിംഗിലേക്ക് പോയിരിക്കും. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട വാഷ് ഏരിയ. ഈ വാഷ് ഏരിയയിലെ വാഷ് ബേസിനും അതുപോലെ തന്നെ നമ്മളുടെ ടാപ്പും വളരെ വെറൈറ്റിയാണ്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഇവിടെ വന്നത് പഠിക്കണം ഇത് എങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൈ എഴുതാൻ പറ്റില്ല. അത് ഇനീഷ്യലി നമ്മൾ സീലിംഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്ലംബിംഗ് വർക്ക്സ് ഫിനിഷ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ഇത് ഫിക്സർ നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ ചെയ്യണം. ഇതാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആ ഒരു പിന്നെ പ്ലാസ്റ്ററിങ്ങിന്റെ ആ സ്റ്റേജിൽ നമ്മൾ ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലംബിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനുള്ള കണക്ഷൻസും കാര്യങ്ങളും കൊടുക്കാം. അല്ല, ഇത് ഇങ്ങനെയുള്ള വീടുകൾക്കല്ല ഇതൊക്കെ പിടിപ്പിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചന്റെ സ്പേസിലേക്ക് പോവുകയാണ്. ഈ കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ കോർട്ട്യാർഡ്, അതുപോലെ തന്നെ ഫാമിലി ലിവിങ് സ്പേസ്, കയറി വരുമ്പോൾ ഉള്ള എല്ലാം ഓപ്പൺ ആണ്. ആ ഓപ്പൺ സ്പേസിലൂടെ നമുക്ക് കിച്ചണിലേക്ക് എത്താം. ഇതാണ് ഓപ്പൺ കിച്ചണിലേക്ക്. അതെ, ഇവിടെ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വളരെ അടിപൊളി കളർ പാറ്റേൺസ് ഒക്കെ കൊടുത്ത കിടിലൻ കിച്ചൺ. കിച്ചൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പിന്നെ ഒരു ഐലൻഡ് കിച്ചൺ വേണമെന്നുള്ളത് ഇനീഷ്യലി ഉള്ള റിക്വയർമെൻ്റ് അതിനായിരുന്നു. പിന്നെ ഈ ഓപ്പൺനെസ്സും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കൊണ്ടുവന്നതാണ് ഡിസൈനിൽ. പിന്നെ ഇവിടെ ഇപ്പം ഈ ഒരു പിന്നെ ഫാമിലി ഡൈനിങ്, ഫാമിലി ലിവിങ് ഒക്കെ കോർട്ട്യാർഡും എല്ലാം ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്തായിരുന്നു. ഇതിൻ്റെ പ്ലാനിങ്ങിൽ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഐലൻഡ് കിച്ചൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലങ്ങളായിട്ട് ഉണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും വീട്ടിൽ കിച്ചൺ അത് ഇംപ്ലിമെന്റ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? ഐലൻഡ് കിച്ചൺ എന്ന് പറയുമ്പം നമുക്ക് പിന്നെ ശരിക്കും ഇത് ഒരു വർക്ക് ചെയ്യുന്ന സ്പേസിൽ ശരിക്കും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഐലൻഡ് കിച്ചൺ എന്നുള്ളത്. ഇപ്പോൾ നമുക്കൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വർക്കിംഗ് ട്രയാങ്കിളിനെ ഒന്നും കൂടി പിന്നെ
ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും ഐലൻഡായിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് പ്ലേസ് ചെയ്യാനും ഇതിനൊക്കെ അതിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ് ശരിക്കും ഐലൻഡ് കിച്ചൺ. പിന്നെ നമുക്ക് ഇത് ഇപ്പോൾ എന്തെങ്കിലും കട്ടിങ്ങും പിന്നെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയൊരു ചിറ്റ്-ചാറ്റിന് പറ്റും, ചെറിയ പിന്നെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്പേസ് ആണ് ശരിക്കും ഒരു എപ്പോഴും ഐലൻഡ്. പക്ഷേ കൂടുതൽ വീടുകളിലും ഉപയോഗിക്കുന്ന ഇതുപോലെ കിച്ചൺസ് ഷോ കിച്ചൺ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ആവത്തേ ഉള്ളൂ. അതെ, അവിടെ ഇത് ഉപയോഗിക്കാറില്ല. പലപ്പോഴും കിച്ചൺ സ്പേഷ്യസ് ആകുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ പണികൾ പെട്ടെന്ന് തീരില്ല. നമുക്ക് എല്ലാം അടുത്തടുത്ത് ചെറിയ മൂവ്മെൻറ്റ്, അതായത് നമ്മളിപ്പോൾ ബാഡ്മിൻ്റൺ ഉണ്ടല്ലേ, ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ച് അത് ചെയ്യുന്ന പോലെ തന്നെ ഒരു മൂവ്മെൻറ്റിൽ എല്ലാം കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പണി തീരും. ആ സ്പേഷ്യസ് ആയിട്ട് കിച്ചൺ എപ്പോഴും ഒരു ഐലൻഡ് കിച്ചൺ പോലെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ഈ കിച്ചന് വലിയ പ്രത്യേകതയുണ്ട്. ഈ കിച്ചന്റെ വ്യൂ ഉണ്ടോ, വെളിയിലുള്ള വ്യൂ ഫുള്ളി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോർട്ട്യാർഡ്, ചെറിയൊരു കോർട്ട്യാർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതോടെ തന്നെ ടി വി സ്പേസ്, ഇവിടെ ടി വി ഈ ഭാഗത്ത് എന്താ കോർട്ട്യാർഡ്? അതാണ് ടി വി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോർട്ട്യാർഡ് ആണ്. ഇതും ഫുള്ളി ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീനറി എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ വ്യൂ എങ്ങോട്ട് പോയാലും ഗ്രീൻ ടച്ച് ആണ്. ശരിക്കും ഈവനിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരധികം ഈ സ്പേസിലാണ് ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് എന്തെങ്കിലും ചായ കുടിക്കലും അവിടെ ഫാമിലി ലിവിംഗ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഫാമിലി കണക്ഷനും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ്. ഇവൻ ഇവിടുന്ന് ഉണ്ടോ പൂളിന്റെ ആ സൈഡിലേക്ക് വരെ കണ്ടിട്ടാണ്. അതെ അതെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഫാമിലി ഡൈനിങ് സ്പേസിന് വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ഇതിനകത്തൂടെ അവരുടെ ഫാമിലി ലിവിംഗ് സ്പേസിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ഈ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ടി വി യൂണിന്റെ ബാക്കിൽ മനോഹരമായിട്ടുള്ള ഒരു സംബന്ധിച്ച് എന്ത് സാധനം ചെയ്തിരിക്കുന്നത്? അത് ചാർക്കോൾ പാനൽസ് ആണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു സാധനം, ഈ കയറി വരുന്നതിന്റെ ഇടയ്ക്ക് ഈ ഒരു പോർഷനിലുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു എന്താ പറയാ ലൈറ്റിനുള്ള സോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്? ഇതിന് ഈ കോൺസെപ്റ്റിന്റെ പേരെന്താണ്? ഇതൊരു വിൻഡോസ് ആണ്. സ്ലിറ്റ് വിൻഡോസ്, ക്ലിയർ സ്റ്റോറി വിൻഡോസ് എന്ന് പറയും. ഇത് ആക്ച്വലി നോർത്തേൺ ലൈറ്റ് മാക്സിമം ഇങ്ങോട്ട് വരാൻ സിറ്റ് ഔട്ട് ചെയ്ത പോലെ തന്നെ നോർത്തേൺ ലൈറ്റ് എല്ലാ സമയത്തും ഉണ്ടാകുന്ന ലൈറ്റാണ്. ആ ലൈറ്റ് മാക്സിമം ഈ ഹാളിലേക്കും അകത്തെ സ്പേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ്. ഈ ഇങ്ങനൊരു സംഭവം നമുക്ക് ഏത് വീടുകളിലും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. ഏത് വീട്ടിലും ഓപ്റ്റ് ചെയ്യാം. കാര്യം വെച്ചാൽ അത്രയും ഏരിയ. ഇത് ലിൻഡന്റെ മുകളിലുള്ള ഗ്യാപ്പാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ലിൻഡന്റെ മുകളിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര പില്ലേഴ്സ് വന്നിട്ടുണ്ടാവും? നമുക്ക് സ്റ്റീൽ കോളംസ് ആണ് വെച്ചിട്ടുള്ളത്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള കോളംസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്റ്റീൽ കോളംസ് വെച്ചിട്ടുള്ളത്. അത് വളരെ ഭയങ്കരമായ ഒരു അടിപൊളി ഒരു ഐഡിയ ആണ്. അതുപോലെ ഇതിന്റെ സീലിംഗ് നമ്മൾ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫാനൊക്കെ നിങ്ങൾ എവിടെ പോയി ഒപ്പിച്ചു? ഈ ഡിസൈന് പറ്റിയ ഫാൻ ഒപ്പിക്കാന്ന് പറയുന്നത് ഫാൻ നമുക്ക് ഡിസൈനർ ഫാൻസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാണ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു കിടിലൻ ഗംഭീര സാധനം ഇവിടെ ഇപ്പുണ്ട്. മാസ്റ്റർ ബെഡ്റൂം പോയിട്ട് വന്നിട്ട് ഇതിനെ പറ്റി പറയാം. അതാണ് സംഭവം. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. മാസ്റ്റർ ബെഡ്റൂമിനകത്തൂടെ പൂളിലേക്ക് ഒരു ആക്സസും ഉള്ള ടൈപ്പ് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു മാഹിറെ ഇവിടുത്തെ നിങ്ങളുടെ ഒരു ഇംപ്ലിമെന്റേഷൻ? സോ അഗെയിൻ നമ്മുടെ മെയിൻ കോർട്ട്യാർഡാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇവിടെ കോർട്ട്യാർഡ് ഈ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കോർട്ട്യാർഡ് കിച്ചണിലേക്ക് വരെ വ്യൂ കിട്ടുന്നൊരു സാധനമാണ്. എന്ന പോലെ തന്നെ ഈ ഭാഗത്ത് പൂളിലേക്കും നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇതിൻ്റെ ഒരു ഭാഗത്ത് പ്ലെയിൻ വാള്, അവിടെ ബെഡ് വെച്ചിട്ടുള്ളത്. സോ ഇതാണ് പൂളിലേക്കുള്ള ആക്സസ്. ഇത് ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു. അത് വന്നപ്പോഴേ പറഞ്ഞു. കാര്യം മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും പൂളിലേക്ക് ഒരു ആക്സസ് ക്ലയന്റിന് വേണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായിട്ട് നിങ്ങൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ബാർബിക്യൂ സ്പേസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു സെറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയണ്ടേ, ഇഷ്ടം പോലെ എവിടൊക്കെ ഉണ്ടോ ഗ്രീൻ സ്പേസ് അവിടെ എല്ലാ സെറ്റിംഗ് സ്പേസ് കൊടുത്തു. ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടെ നിന്ന് അകത്തോട്ട് പോയപ്പോൾ പറഞ്ഞത് വീണ്ടും ഇവിടെ വരേണ്ടി വരുമെന്ന്. അതിങ്ങനെയാണ്. നമുക്കേ എനിക്ക് വന്ന ഏറ്റവും വലിയൊരു സംശയം ഞാനിപ്പോൾ ഇവിടെ ചോദിക്കാൻ പോവാം. ഞാൻ കണ്ട പല വീടുകളിലും വീടിന്റെ ബെഡ്റൂംസ് എന്ന് പറയുന്നത് ചെറിയൊരു വിൻഡോ ഒക്കെ വെച്ച് എൻക്ലോസ് ചെയ്ത് പ്രൈവസി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഇപ്പോൾ എന്ത് പ്രൈവസി ഉള്ളത്? ഫുൾ ഒരു ഓപ്പൺ, അങ്ങോട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ അടുക്കള വരെ കാണാം. വേണമെങ്കിൽ വെളിയിലത്തെ കാർ പോർച്ച് വേണമെങ്കിലും കാണാം. ആ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നു. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതിൽ വിഷ്ണു, നമുക്ക് ഫിസിക്കൽ ബാരിയർ അല്ല നമുക്ക് വേണ്ടത്. ശരിക്കും നമുക്കൊരു വിഷ്വൽ ബാരിയറാണ് ശരിക്കും ബെഡ്റൂംസിൽ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ബെഡ്റൂംസിൽ നമുക്കിപ്പം നമുക്കിപ്പോൾ കോർട്ട്യാർഡിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഈ ബെഡ്റൂമിൽ. ഈ ബെഡ്റൂം ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലല്ല നമുക്ക് വരുന്നത്. അതേസമയം നമുക്ക് കേർട്ടൻസും പിന്നെ ഷിയറും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രൈവസി ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് ആ രീതിയിൽ ക്ലോസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ എപ്പോഴും പറയുന്നത് വീടുകൾ അടഞ്ഞു പോകാൻ, ബെഡ്റൂമുകൾ അടഞ്ഞു പോകാതെ ഓപ്പൺ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം.
മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ക്ലോസ് ചെയ്യാം. അതായത് പ്രൈവറ്റ് ടൈമിന് വേണ്ടിയിട്ട് ആ സമയം നമ്മൾ കട്ടൻസും ബാക്കിയുള്ള ഷീൽഡും ഒക്കെ ഉപയോഗിച്ച് തന്നെ കവർ ചെയ്യണം. അതെ, നമുക്കിപ്പോൾ നല്ല എന്തെങ്കിലും പിന്നെ ഫീച്ചേഴ്സ് നമുക്ക് പുറത്തുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ റൂമിന്റെ ഒരു പാർട്ടാക്കി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, അങ്ങ് ചെയ്യാന്നുള്ളതാണ്. ചെയ്യുമ്പോൾ അത്രയും പോസിറ്റിവിറ്റി വരും എന്നുള്ളതാണ്. അതെ അതെ അതെ. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ്. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ എല്ലാവരായിട്ടും കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അത്തരം ബെഡ്റൂം സ്പേഷ്യസോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടോ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നൊരു ബെഡ്റൂം കൂടിയാണ്. ഇങ്ങനെയൊക്കെയല്ലേ ഫാമിലി ബോണ്ടിങ് നടക്കുക. അതെ അതെ, സത്യം. ഇനി നമുക്ക് ഇതിന്റെ വാർഡ്രോബ് സ്പേസ് ആണ്. വാർഡ്രോബ് സ്പേസിന് അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളും അതുപോലെ തന്നെ വാർഡ്രോബ് സ്പേസും. പിന്നെ ഇത്രയും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ എഴുതാനും യൂസ് ചെയ്യാൻ പറ്റും. ഓ ഓ ഓ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെല്ലാം ചൈനക്കാർക്ക് മാത്രമേ ഐഡിയ വരും. നമ്മുടെ നാട്ടിലെ ഐഡിയ ഒന്നും വരില്ല. ഇരുന്നിട്ട് വർക്ക് ചെയ്യാനും ഇതിനൊക്കെ പറ്റുന്ന ഒരു. അല്ല, വേറൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ചൈനീസ് ഇത്രയും ഇതാവുന്നത്? അവരുടെ വർക്കിംഗ് അവേഴ്സ് എന്തോരമാണ്. നമ്മുടെ നാട്ടിൽ 9 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവരുടെ വർക്കിംഗ് മെന്റാലിറ്റി ആണ്. മെന്റാലിറ്റി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. 9 മണിക്കൂർ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 9 മണിക്കൂർ തീരുന്ന അടുത്ത മിനിറ്റിൽ പഞ്ച് ചെയ്താൽ പുറത്ത് പോയിരിക്കും. അതാണ് സിസ്റ്റം. ഇനി ഇവിടുത്തെ എനിക്കിത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാര്യം ഇത് എന്റെ മേഖലയാണ്. സാനിറ്ററി ടൈൽസ്, ബാത്റൂംസ്. ഇതൊരു പ്രത്യേക ബാത്റൂമാണ്. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഇതിനും നമ്മൾ ആ ഒരു ഔട്ട്ഡോർ ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ മുകളിൽ ലൈറ്റ് വരാനുള്ള സംവിധാനം ഉണ്ടല്ലേ? നാച്ചുറൽ ലൈറ്റ് വരും, ഡിഫ്യൂസ്ഡ് ആയിട്ട് നാച്ചുറൽ ലൈറ്റ് വരും. ഇവിടെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നു. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനെ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ടഫൻ ഗ്ലാസ്, സോളിഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഫ്ലോട്ടിംഗ് കൗണ്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് കൗണ്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ചെടികൾ ഇവിടെ കൊടുത്തത് വളരെ ഒരു എന്താ പറയാ, ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇന്റീരിയറിൽ ഇൻഡോറിൽ മിനിമം ലൈറ്റ് വേണ്ട ചെടികൾ മാത്രമാണ് അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞ ആ സ്റ്റെയർ, ഇനി അടുത്ത ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ആ സ്റ്റെയർ എന്ന് പറയുന്നത്. ആ സ്റ്റെയർ, അതിന് മായൂർ വന്നപ്പോൾ തന്നെ അതിനൊരു ഉദാഹരണം പറഞ്ഞല്ലോ. ഈ സ്റ്റെയർസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്തിട്ടാണ്. എന്താണ് ഈ ഒരു പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് സ്റ്റെയർസിന്റെ? വിഷ്ണു, പല വീട്ടിലും നമ്മൾ സ്റ്റെയർസ് കണ്ടിട്ടില്ലേ? രണ്ട് ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറി പോയിട്ട് ഒരു സിമെട്രിക്കലായിട്ട് കയറി പോയിട്ട് ഒരു മെയിൻ സ്റ്റെയറിലൂടെ കയറി പോകുന്നത്. അതിന്റെ ഒരു മോഡേണൈസ്ഡ് തീമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. എത്ര പേര് വന്നാലും അവരെ കാറ്റർ ചെയ്യാനുള്ള ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അതാ പറഞ്ഞ ഒരു ഫംഗ്ഷൻ, ഫോട്ടോഗ്രാഫി ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. എല്ലാവരെയും സെറ്റ് ചെയ്ത്. അത് മാത്രമല്ല, ഈ പുറത്ത് പോയിട്ട് നമ്മൾ പരിപാടി നടത്താൻ ഹോട്ടലിൽ പോകേണ്ട കാര്യമില്ല. എന്ത് ഫംഗ്ഷൻ ഇവിടെ നടത്താം. അല്ല, കിടക്കാനും ഇരിക്കാനും പിന്നെ എല്ലാത്തിനും പറ്റിയ സ്പേസ്, മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു ഏരിയ. അതെ അതെ. ഈവൻ അതിന്റെ ഹൈറ്റും നമ്മൾ അങ്ങനെ തന്നെ ഉണ്ടോ മാനേജ് ചെയ്തിട്ടുള്ളത്? ഇരിക്കാൻ ഭാഗത്തുള്ള ഹൈറ്റാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതെ, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ സാധാരണ സ്റ്റെയർ നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇപ്പൊ ബോർഡ് കിട്ടിയിട്ട് ആ ബോർഡിന് നടുക്കൂടാണ് ഈ ഒരു ഓപ്ഷൻ വന്നത്. അതെ അതെ. അത് എങ്ങനെയായിരുന്നു? ഇതിന് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ചെയ്താണ്. ഈ സ്റ്റെയറിനും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ചെയ്താണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു വേറൊരു വെറൈറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും വേറൊരു വെറൈറ്റി ആയിട്ട് ഇതിന്റെ 100% മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലെത്തി. ഇത് അപ്പർ ലിവിംഗ് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റഡി സ്പേസ് ആണ്. സ്റ്റഡി സ്പേസ്. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കുട്ടികളാണ് ഇവിടുത്തെ സാധനമുള്ളത് അല്ലേ? അതെ അതെ. അപ്പൊ അവർക്ക് പഠിക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് അപ്പ് ആയിട്ട് മുകളിലേക്ക് നമ്മൾ പോവുകയാണ്. മൊത്തത്തിൽ ഇപ്പൊ എത്ര ബെഡ്റൂംസ് ആണ് മാറുള്ളത്? മൊത്തം 6 ബെഡ്റൂംസ് ഉണ്ട്. 6 ബെഡ്റൂംസ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് ഇതിനോട് തന്നെ കണക്റ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 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 പാത്വേ ആണ്. ഈ പാത്വേ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മൊത്തം കാര്യങ്ങളെയും ഇവിടെ നിന്ന് കാണാം അല്ലേ? എല്ലാ സ്പേസും കണക്റ്റഡ് ആണ്, വിഷ്വലി കണക്റ്റഡ് ആണ്. ഒരു ട്രിക്ക് വന്നപ്പോൾ പറഞ്ഞല്ലോ, അതായത് ഒരു വീടിന്റെ വോളിയം, ഏരിയ വോളിയം, അതായത് സ്ഥലത്തിന്റെ സ്പേഷ്യൽ വോളിയം കൂടുതൽ തോന്നിക്കാൻ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഡബിൾ ഹൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഹൈറ്റ് തന്നെയാണ്. പക്ഷേ ആ ഡബിൾ ഹൈറ്റ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്പേസ് കുറച്ചും കൂടെ നാരോ ചെയ്യുക, അല്ലെങ്കിൽ ഹൈറ്റ് കുറക്കുക. എന്നിട്ട് അങ്ങനത്തെ ഒരു സ്പേസ് നമ്മൾ ഡബിൾ ഹൈറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത സ്പേസ് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് തോന്നും. ഇപ്പോൾ ഇവിടെ കാണാം, തീർ ബ്രിഡ്ജാണ്. ഇതിന് ഈ സ്പേസ് ഡബിൾ ഹൈറ്റ് ആണ്, ഈ സ്പേസ് ഡബിൾ ഹൈറ്റ് ആണ്. ഇപ്പോൾ ഇതിന് താഴെ കൂടെ നമ്മൾ നടന്നു വന്നപ്പോൾ ഈ സ്പേസിന് ഇത്ര വോളിയം ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ സ്റ്റെയറിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് ആ വോളിയം മാറി. അപ്പോൾ അതിൽ നമ്മൾ റൂമിൻ്റെ സൈസിൽ മാത്രമല്ല, അതിൻ്റെ ഹൈറ്റ്സിലൊക്കെ ഈ പ്ലേ ചെയ്താൽ അതിൻ്റെ ഒരു എന്താ പറയുക, ആ സോള് നമുക്ക്
ഉണ്ടാക്കാൻ പറ്റും. അത് വളരെ വലിയൊരു പോയിന്റ് തന്നെയാണ്, 100% വലിയൊരു പോയിന്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസിന്റെ വേറൊരു പോർഷനായിട്ട് ഇവിടെ രണ്ട് സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത് താഴെ നിന്നുള്ള ലിഫ്റ്റിന്റെ ആക്സസ് ആണ്. ലിഫ്റ്റും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് താഴെ നിന്ന് പ്രായമുള്ളവർക്ക് മുകളിൽ കയറാനായിട്ട് ലിഫ്റ്റിന്റെ ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഒരു വീട്ടില് പല ആൾക്കാർക്കും ലിഫ്റ്റ് വെക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഈ ലിഫ്റ്റ് വെക്കണം എന്നുള്ള ആഗ്രഹം എന്ന് പറയുന്നത് പലപ്പോഴും വീട് വെക്കുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു സംഭവമല്ല, നമുക്കത് പ്രൊഫഷണലായിട്ട് ഇടാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ ലിഫ്റ്റിന് വേണ്ടി ചെയ്യണം? ഈ ലിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനീഷ്യലി വെച്ച് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നീട് എപ്പോഴും പ്രായമായിട്ട് ലിഫ്റ്റ് വെക്കണമെങ്കിൽ നമുക്ക് ആ പൊസിഷൻ ആദ്യം കണ്ടുവെക്കാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ലിഫ്റ്റിന് ആപ്റ്റായിട്ടുള്ള സൈസ് ആയിട്ടുള്ള സ്പേസ് നമ്മൾ കണ്ടുവെക്കണം. അത് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് ഉള്ളൊരു വാളോ ബീമോ മറ്റോ കണ്ടുവെക്കണം. ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ലിഫ്റ്റ് പിറ്റ് വേണ്ട, വേറെ ലിഫ്റ്റിൻ്റെ മെഷീൻ റൂമൊന്നും വേണ്ട, ഹോം ലിഫ്റ്റിൻ്റെ ആ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ നമ്മൾ ഈ സൈസ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോസ്റ്റ് കൂടും. അപ്പോൾ എത്ര കപ്പാസിറ്റി വേണം, എത്ര പേരെ പാക്സ് വേണോ അതിനനുസരിച്ചുള്ള സൈസ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കണ്ടുവെക്കാം. അത് അവിടെ നോർമലി നമ്മൾ ഫ്ലോർ ഫിനിഷ് ചെയ്ത് പോലെ ഫിനിഷ് ചെയ്ത് പോകാം. പിന്നീട് ലിഫ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഡബിൾ സ്റ്റോറിയായിട്ട് വെക്കുന്ന വീടുകൾക്ക് ഫ്യൂച്ചറിൽ പ്രായമാകുന്ന സമയത്ത് സ്റ്റെപ്പ് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ള ഒരു ഓപ്ഷനെ കവർ ചെയ്യാൻ ഈ ലിഫ്റ്റിലുള്ള ഓപ്ഷൻ ഇട്ടാൽ വളരെ നല്ലതായിരിക്കും. ഓപ്ഷൻ കണ്ടെത്തി വെക്കുക എന്നുള്ളത് പിന്നീട് ഓപ്ഷനായിട്ട് മാറും. പൊതുവെ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ പിന്നെ ഈ പ്രായമായ ആൾക്കാർ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീടിന്റെ മുകളിലേക്ക് കയറുന്നേ ഇല്ല. അതൊരു ഡംപിയാർഡായിട്ട് മാറുന്നുണ്ട് പല വീടുകളിലും. മുകളിലത്തെ ഏരിയ പൊടി പിടിച്ച് കിടക്കുക, അത് ക്ലീനിങ്ങിനും വരൂല. അപ്പൊ അങ്ങനത്തെ ഒരു വെൽ മെയിൻറ്റൈൻഡ് അല്ലാത്ത സ്പേസ് വരുന്ന ഒരു ബുദ്ധിമുട്ട് പല വീടുകൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേസമയം നമുക്ക് ലിഫ്റ്റ് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ഒന്നെങ്കിൽ ലിഫ്റ്റ് ഇപ്പൊ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള പ്രൊവിഷൻ കാണാം. അല്ല, അത് പ്രൊവിഷൻ ഇട്ട് വെക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്ണു. ലിഫ്റ്റിന്റെ കാര്യത്തിലേ ഇപ്പോൾ ലിഫ്റ്റ് ഇപ്പോൾ നമുക്കൊരു 5 ബെഡ്റൂം വേണമെന്ന് വിചാരിക്കാം. നമുക്ക് 2 ഓപ്ഷനുള്ളത്. ഒന്നുകിൽ മുകളിൽ കുറച്ച് ബെഡ്റൂം ചെയ്യാം എന്നിട്ട് ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ താഴെ തന്നെ കംപ്ലീറ്റ് 5 ബെഡ്റൂം ചെയ്യാം ഉപയോഗിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ. നമ്മൾ സ്വാഭാവികമായിട്ടും ലിഫ്റ്റ് വെക്കുമ്പോൾ നമുക്ക് ലിഫ്റ്റിൻ്റെ കോസ്റ്റ് വന്നാൽ പോലും ടോട്ടൽ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ കോസ്റ്റ് കുറയാനാണ് സാധ്യത. അതൊരു പോയിന്റാണ്. ശരി. അപ്പം ഇവിടെ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലെത്തി. അപ്പർ ലിവിംഗ് സ്പേസ് എന്ന് പറയുമ്പം എല്ലാ സ്ഥലത്തും എവിടെ ഈ വീടിന്റെ ഏത് പോയിന്റിൽ ഇരുന്നാലും ഈ വാട്ടർ ബോഡി, ഈ സ്വിമ്മിംഗ് പൂള്, അതുപോലെ ഗ്രീനറി, എല്ലാ സാധനവും ലൈവായിട്ട് കാണുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കണക്ട് ചെയ്ത് വന്നടുത്ത് വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡോൾബി സിസ്റ്റത്തിലുള്ള ഒരു ഹോം തിയേറ്ററും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതും വളരെ മനോഹരമാണ്. അപ്പം നമ്മൾ എന്താ പറയണ്ടേ, ഒരുപാട് എലമെന്റ്സ്, ആർക്കിടെക്ചറൽ എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുള്ള അതിമനോഹരമായ വീടിന്റെ വലിപ്പമല്ല, പക്ഷെ ആ വീടിന്റെ എവിടെ ഇരുന്നാലും പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ ഉള്ള സാധനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലേ വിഷ്ണു? ഇനിയുണ്ട് ഫീച്ചേഴ്സ്, ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ഇതാണ് മുന്നേ ചെയ്ത വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ബാൽക്കണി സ്പേസ്. സ്ലൈഡിംഗ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാൽക്കണി സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. ഈ വരാന്ത സ്പേസിന് നമ്മൾ ബാൽക്കണി സ്പേസ് ആയിട്ട് ഉപയോഗിക്കുക ചെയ്ത്, അങ്ങോട്ടൊരു കണക്ടിവിറ്റി. അതെ, വളരെ ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്വിമ്മിംഗ് പൂള്, അതായത് ഞാനിപ്പോൾ എവിടെ പോയി നിന്നോ അവിടെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈൽസ്, ബാത്ത് ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽസ്, സാനിറ്ററി വെയർസ്, ഇതെല്ലാം ഇവിടെ VGC ബീനെ കിട്ടുമ്പം എന്തിനാ നീ വേറെ വല്ലയിടത്തും പോകണം? ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. നമ്മളുടെ നാട്ടില് ചെറുതും വലുതുമായ വീടുകളുണ്ട്. ഈ വലിയ വീടുകൾ വെക്കുക എന്നുള്ളത് വെക്കുന്നതിനോടെ എന്താണ് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ്? വീട് വലുതാവാൻ ചെറുതാവാം. ഏത് ടൈപ്പ് വീട് വെച്ചാലും അതിന് ഒരു സോള് അല്ലെങ്കിൽ ഒരു ആത്മാവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ആ വീടിൻ്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 600 സ്ക്വയർ ഫീറ്റ് മുതൽ വലിയ വീടുകൾ ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ ടൈപ്പ് വീടുകളും ചെയ്യുന്നുണ്ട്. 600, 1000, 1500, 2000 ആ സെഗ്മെൻറ്റ് മുതൽ വലിയ വീടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എല്ലായിടത്തും ശ്രദ്ധിക്കാറ് അതിനുള്ളൊരു ലൈഫ് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ലൈഫുള്ള രൂപത്തിൽ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് സൈസുള്ള വീടായാലും എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഇപ്പം ഈ ആത്മാവെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ വീട് വെക്കുന്നതിലല്ല കാര്യം. ആ വീടിന്റെ ഏത് സ്പോട്ടിലിരുന്നാലും അവിടെ പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ആ മൈൻഡ് സെറ്റിന് പറ്റുന്ന രീതിയിലാക്കുക എന്നുള്ളതാണ്. ആ വീട് ഉപയോഗിക്കുന്ന ആളുകൾ തമ്മിൽ കണക്റ്റഡ് ആവുക, അവിടെ ഒരു എന്താ പറയുക, ഒരു ഹോം, എന്താ പറയുക, ഒരു ലൈഫ് എന്ന് പറയുന്നത്. ആ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ, ഇൻട്രാക്ഷൻസ്, സ്നേഹം പ്രകടിപ്പിക്കൽ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു വീടുണ്ടാവുക. അപ്പോഴാണ് ഒരു വീടായി മാറുക. ഹോം എന്നുള്ളതും ഹൗസ് എന്നുള്ളതും വ്യത്യാസം അതാണല്ലോ. അപ്പോൾ അത്തരം വീട് ചെറുതായാലും വലുതായാലും നമുക്ക്
ഇത്തരം ചെറിയ ചെറിയ എലമെൻറ്റ്സ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്പേഷ്യൽ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു വീട് ചെയ്യുമ്പോൾ അതിൽ കുറേ ആക്ടിവിറ്റീസ് ആണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു വളരെ എന്താണ് ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസും ഇതും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പ്ലാനിങ്ങിൽ ഇനീഷ്യലി അത് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല വിഷ്ണു, ഒരാളുടെ ലൈഫിൻ്റെ വലിയൊരു ഭാഗം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലം വീടാണ്. അവിടെ ഉണ്ടാകുന്ന പോസിറ്റീവ്നെസ് അത് പുള്ളി പുറത്തിറങ്ങുമ്പോൾ ബിസിനസ്സിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കിട്ടും. അതിന് സ്പേഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ വലിയ സ്ക്വയർ ഫീറ്റിൽ വീട് ചെയ്യാന്നുള്ളതല്ല, ഈ പറഞ്ഞ പോലെ ഉള്ള വീട് വളരെ മനോഹരമായിട്ട് ആത്മാവുള്ള വീടായിട്ട് ചെയ്യാം. ആത്മാവുള്ള വീടായിട്ട് ചെയ്യാം. കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഇപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് വീട് എന്ന് പറഞ്ഞാൽ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. ശരിക്കും നമ്മളതിനെ വേറെ രീതിയിലും കൂടി അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്യില്ല നമുക്കത്. ശരിക്ക് നമ്മൾ നല്ലൊരു സ്പേസിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിലെ എല്ലാത്തിനെയും പിന്നെ ഇതിനെ എഫക്റ്റ് ചെയ്യും. നമ്മളെ ഒരു ക്യാരക്ടർ എന്നത് മോൾഡ് ചെയ്തെടുക്കും എന്നുള്ളതാണ്. നമ്മൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്പേസിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നമ്മളെ മൊത്തം അത് മോൾഡ് ചെയ്ത് നമ്മളൊരു ഡിഫറെൻറ്റ് മാൻ ആവും. പിന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവല് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതെ അതെ, നമുക്ക് പിന്നെ എവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. നമുക്ക് എന്ത് തോന്നുന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം വരും എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്നാണ്, വീട് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി കാണരുത്. ശരിക്കും നമ്മുടെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വീടിനെ ശരിക്കും നമ്മൾ കാണണം. ഇവിടുത്തെ പല എലമെന്റ്സും ചെറിയ വീട് 2000 സ്ക്വയർ ഫീറ്റിലും 1500 സ്ക്വയർ ഫീറ്റിലും വെക്കുന്ന വീടുകളിലും കൊണ്ടുവരാം. ആ ബാത്റൂമിനകത്ത് കാണിച്ച കോൺസെപ്റ്റ് ഒക്കെ അതിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്കീമാണ്. ഇനി നിങ്ങളുടെ കൂടെ ഒരു വാലൂടെ ഉണ്ടല്ലോ, നിഹാദ്, എവിടെ? വരൂ. വാലല്ല, എന്താണ് തല? തലതാണ്. ഞങ്ങള് ഒരേ കോളേജിലാണ്. സപ്ലൈ അടിച്ച് പഠിച്ചോന്ന് ചോദിച്ചതിനകത്ത് ഇങ്ങനെ നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ സപ്ലൈ അടിച്ചിട്ടില്ലെന്നാ പറഞ്ഞു. അഭിമാനത്തോടെ പറയാമല്ലോ. ഓക്കെ, വളരെ നല്ല എന്താ പറയാ, നിങ്ങളുടെ ഈ ഗ്രൂപ്പ് കൂട്ടായ്മയിൽ വരുന്ന ഇതുപോലുള്ള ഐഡിയാസ്, ഇതുപോലുള്ള വീടുകൾ ഒരുപാട് നല്ല സൂപ്പറായിട്ട് വരും. ഇനി അടുത്ത് 25,000 ചെയ്യാൻ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്, 25,000 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പം ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയട്ടെ. സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം തരട്ടെ. അതുപോലെ ഇവിടെ ഇദ്ദേഹത്തിനോട് പ്രത്യേകം പറയണം, ഇങ്ങനൊരു വീട്ടിൽ വന്ന് എനിക്ക് ചെയ്യാൻ സാധിച്ചാൽ അദ്ദേഹത്തിനോട് എൻ്റെ അങ്ങേയറ്റത്തെ നന്ദി അറിയിക്കുക. 25,000 മാത്രമല്ല, ഒരു 1.5 സെന്റിലെ വീട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതെ, അപ്പൊ 1.5 സെന്റ് വീടും ഉണ്ട്. നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഏറ്റവും ഹിറ്റായ പേജിൽ കിടക്കുന്ന 5 മില്യൺ വ്യൂസ് ഉള്ള 1650 സ്ക്വയർ ഫീറ്റ്. ആ അമ്മ ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു, അവര് പുതിയ കാറ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞു. ആ ഒരു എന്നോട് ഭയങ്കര കാര്യം അവർക്ക്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് ബോക്സിൽ കൃത്യമായ കമന്റ്സ് എഴുതുക. ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന കമന്റ്സ് കഴിവതും എഴുതാതിരിക്കാൻ നോക്കുക. കാര്യം വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം മാത്രം അതിന്റെ കമന്റ് ചെയ്യുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ വിഷ്ണു വിജയൻ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.